അപ്പം നമ്മുടെ മാങ്ങ എല്ലാം ഉണക്കി കുറച്ച് ദിവസത്തിന് മുമ്പ് ഇട്ട മാങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചാറിടണം. അപ്പോൾ നമുക്ക് അടമാങ്ങ അച്ചാറിലേക്ക് പോകാം കൂട്ടുകാരെ. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് താളിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അച്ചാർ പൊടിയല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്, ഞാൻ കാശ്മീരി പൗഡറാണ്. അതിൽ 2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പിടുക. മാങ്ങ ഉണക്കുമ്പോഴത്തേക്ക് നല്ലത് ഉപ്പ് ഇട്ട് ഉണക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഇടരുത്. പിന്നെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം, അത് കുതിരാൻ വേണ്ടിയിട്ടാണ്. മാങ്ങ ഉണങ്ങിയ മാങ്ങ നല്ല ചുരുങ്ങിയിരിക്കും. അപ്പോൾ അത് ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കുതിർന്ന് വരും. ഈ വെള്ളവും വിനാഗിരിയൊക്കെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ മാങ്ങ വെക്കുന്നത്. അപ്പോൾ അതുപോലെ അതെല്ലാം കഴിഞ്ഞ് മാങ്ങയൊക്കെ റെഡിയായി സ്വല്പം ചോറും എടുത്ത് 2 പപ്പടവും സൂപ്പറായിട്ടുണ്ട്. അപ്പം കറിയും ഒഴിച്ച് ഞാൻ കഴിക്കുകയാണ്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പറാണ് അടമാങ്ങ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്യുക. അപ്പം ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.